പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് ജിസേൽ 6 പോയിന്റ് നേടി. അനീഷിന് 4 പോയിന്റ് കിട്ടി. സെക്കൻഡ് അനീഷ് വന്നെന്നുള്ളതാ. നമസ്കാരം. ബിഗ് ബോസിൽ അങ്ങനെ ലാലേട്ടൻ ഒരു അടിപൊളി ഡ്രസ്സില്, ഇന്ന് ഒറ്റ ഡ്രസ് കോഡേ ഉള്ളായിരുന്നു. പക്ഷെ ഒരു ചുമരിയില് എന്താ പൂക്കളൊക്കെ നിറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുൾ ടൈം ഷർട്ടൊക്കെ ഇട്ടിട്ടൊരു ഡ്രസ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ വന്ന് 2-3 പ്രക്രിയകളാണ് അവിടെ ചെയ്തത്. മെയിനായിട്ടുള്ളത് പിന്നെ ഇവര് തമ്മിലുള്ള അടിയുടെ കാര്യം ഫസ്റ്റ് എല്ലാം ഒന്ന് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു ബോർഡ് പിന്നെ കൊണ്ടുവച്ചിട്ട് ഒരു സ്റ്റാർ രേഖപ്പെടുത്തി ഇവരുടെ റേറ്റിംഗ് ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മൂന്നാമത് പിന്നെ വന്നത് പിന്നെ അതായത് നമ്മുടെ ഡോഗ്, പഴയ ഒരു റോബോട്ട് ഉണ്ടല്ലോ, റോബോട്ടിന് പേരിട്ടു. അത് സ്പൈ എന്ന പേരിലാണ്, സ്പൈ ഡോഗ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനിയിപ്പം അങ്ങനെ ആ പേര് വീണു. നാലാമതായിട്ട് എവിക്ഷൻ എലിമിനേറ്റ് ചെയ്തത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു പക്ഷേ രേണുസൂതി പോകും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ രേണുസൂതി ഒന്നും അല്ല പോയത്, ബിൻസിയാണ്. പക്ഷെ അതൊരു ഞെട്ടലായി പോയി. ബിൻസി പെട്ടെന്ന് പോകുന്നു. ഇവരെല്ലാം ഈക്വലാണ്. ശൈത്യ പോയാലും ഇത്രയും ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു, വിഷമന്മാർക്കും വരില്ല. പക്ഷെ ബിൻസി പോയപ്പോഴത്തേക്ക് ആകെ ഒരു മൂകത വന്നു, കരച്ചിൽ വന്നു, അങ്ങനെയൊക്കെയാണ്. നമുക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങളെ നോക്കാം. വന്നു കഴിഞ്ഞ് അനീഷിന്റെ പ്രശ്നമുണ്ട്. അതായത് ഈ ജിസേൽ തമ്മിലുള്ള സ്പൈ വർക്കുകൾ, CID വർക്കുകൾ പറഞ്ഞല്ലോ, കുറെ കോസ്മെറ്റിക് അവരുടെ അനുവാദം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും അനീഷിനെ ഇട്ടുകുടഞ്ഞു. ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് ചർച്ചകളായി. എന്തിന് ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരുടെ നിലപാടുകൾ. അനീഷിന്റെ സ്വഭാവത്തിന് പിന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ്, അഖിൽമാരാറ്, അതുപോലെ ആര്യ, അതുപോലെ സാബു ഒക്കെ, തരികിട സാബു ഒക്കെ ഇപ്പൊ സമൂഹത്തിൽ എങ്ങനെയാണ് അവരെ കാണുന്നത്, അവരൊക്കെ ഏതിന്റെ പ്രതീകങ്ങളാണ്. അപ്പം അനീഷ് ഒരു ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു തിരുത്ത് ലാലേട്ടൻ ആവശ്യമാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ അത് ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടി. കാര്യം ഒരു ടോപ്പറായിട്ട് വരും എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യത്വം നല്ല രീതിയിലുള്ളതാണ്. പക്ഷെ അയാള് പനിയാണ്, ഒരു ഡ്രാമയാണ്. ശരീരത്തിൽ കയറി ഈ എന്താണ് ഒറ്റയാൾ പോരാട്ടം നടത്തി അങ്ങ് വിജയിക്കാം എന്നുള്ള ഒരു തോന്നലിലാണ് അനീഷിന്റെ പല നീക്കങ്ങളും ആദ്യം ഉണ്ടാകുക. പക്ഷെ ഇപ്പൊ വളരെ സോഫ്റ്റ് ആണ്. ഈ പിന്നെ ഇന്നത്തെ വോട്ടിങ്ങിൽ അതൊക്കെ മനസ്സിലാകുന്നുണ്ട്, എത്ര പേര് സ്നേഹിക്കുന്നു എന്നുള്ളത്. പലരും പുള്ളിയെ സ്നേഹിച്ചു വരികയാണ്. ഇപ്പൊ അവിടെ 2 ഗ്രൂപ്പായിട്ട് നമ്മൾ വിചാരിച്ചു ഷാനവാസും അനീഷും കൂടെ ആയിരിക്കും കോമ്പറ്റീഷൻ. പക്ഷെ അല്ല, ജിസയിലും അനീഷുമാണ് അവിടുത്തെ ഫൈറ്റ് ഇനി നടക്കുന്നത്. അനിമോളും ഷാനവാസൊക്കെ സെക്കൻഡ് ലെവലിലേക്ക് പോയി എന്നാണ് നമുക്ക് കരുതുന്നത്. അതുപോലെ തന്നെ അന്ന് നടന്ന പ്രശ്നം, ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ്, ബിഗ് ബോസ് തീരുമാനം. ലാലേട്ടൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരാള് കണ്ടിന്യൂ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അങ്ങനെ ആകുമോ? ഇത് തീരുമാനിക്കേണ്ട മറ്റുള്ളവരല്ലേ, നമ്മുടെ പ്രവൃത്തികളിലൂടെ അല്ലേ? അപ്പൊ ഇതിനകത്തെല്ലാം ഒത്തിരി ആശയങ്ങൾ നമുക്ക് പകരുന്നുണ്ട്. സംഭവം കളിയാണ്, ഗെയിമാണെന്നൊക്കെ പറഞ്ഞാലും പല പല ആശയങ്ങൾ ഉയർത്തി കൈമാറുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ശരി, അനീഷ് ബ്രെയിൻ വാഷ് ചെയ്ത് അനീഷിന് ഇനി ഈ വരുന്ന ആഴ്ച ഇപ്പൊ തന്നെ വളരെ സോഫ്റ്റ് ആണ്, ചിരിക്കുന്നുണ്ട് ആള്. പിന്നെ ഷാനവാസുമായിട്ട് ഭയങ്കര വഴക്ക്, ഭയങ്കര ലോഹ്യം. മറ്റേ വിങ്സ് കുത്തിത്താണെന്ന് പറയുന്നത് പോയി അവരെ സഹകരിക്കുന്നു. ഇതൊക്കെ അനീഷിന് 2 മുഖമുണ്ട്. അതൊന്ന് ഇനി മൂന്നാമതൊരു മുഖമുണ്ടോ നമുക്കറിയത്തില്ല. എന്തായാലും ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള മുഖമാണ്. ആള് സോഫ്റ്റ് ആണ്, ഒരു ഗ്രാമവാസി കർഷകൻ, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നത് ഗെയിം പൊളിച്ചില്ലേ അനീഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശരി, അനീഷിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറെ ഇന്റർവ്യൂകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു. പിന്നെ ബിഗ് ബോസിന്റെ ഡ്രസ്സില്ലാതെ എല്ലാവരും ഇന്ന് സ്വന്തം ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി ഡ്രസ്സുകളാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. അപ്പം എല്ലാവരുടെയും ആര് വെളി പോകും എന്നുള്ളൊരു പ്രതീക്ഷ മിക്കവാറും ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന രേണുസുതി, ശൈത്യ ഒക്കെയാണ് അതിനകത്തില് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊന്നുമല്ല. പിന്നെ അങ്ങനെയൊക്കെ
പിന്നെ ഇതൊക്കെയാണ് അനീഷിന് കൊടുത്ത ഉപദേശങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ പിന്നെ അടുത്ത ഒരു കാര്യം പറയുന്നത്, അടുത്ത് പറയുന്നു, സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു സാധനം ഉണ്ട്, അരിവുണൽ പോയി ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോയി എടുത്തോണ്ട് വരുന്നു. ഇവരുടെ കണ്ടസ്റ്റൻസിന്റെ എല്ലാം 16 പേരുടെ പേര്, 2 പേര് ജയിലിലാണല്ലോ, അവരുടെ പേര് വെച്ചിട്ട് ഓരോരുത്തരും എഴുതിട്ടിട്ട് പറയണം ഇതിനകത്ത് ഒരാൾക്ക് സ്റ്റാർ കൊടുക്കുക. ആ സ്റ്റാർ കൊടുക്കുമ്പോൾ അതായത് നല്ല രീതിയിൽ ഗെയിമറാണ് എന്നുള്ളതിനുള്ള ഒരു റേറ്റിംഗ് കൊടുക്കുന്ന സാധനമായിട്ട്. അപ്പൊ അതിനകത്തില് ഓരോരുത്തരും പോയി, ആദ്യം പോയി അനീഷ് പോയി ഷാനവാസിന്റെ കൊടുത്തു, അഭി പോയിട്ട് ജിസേലിന്റെ കൊടുത്തു, ഷാനവാസ് ജിസേലിന്റെ കൊടുത്തു, നൂറ അനീഷിന്റെ കൊടുത്തു, സരിക അനീഷിന്റെ കൊടുത്തു, രേണു അനീഷിന് കൊടുത്തു, ബിൻസി ശരത്തിന് കൊടുത്തു, ആര്യൻ ജിസേലിന് കൊടുത്തു, അനുമോൾ അനീഷിന് കൊടുക്കുന്നു, സ്റ്റാർ കൊടുക്കുന്നു റേറ്റിംഗ്. ഇപ്പം പിന്നെ ശൈത്യ ആര്യന് കൊടുക്കുന്നു, ബിൻസി അപ്പാനി ശരത്തിന് കൊടുക്കുന്നു, ശരത്ത് അക്ബറിന് കൊടുക്കുന്നു, അക്ബർ ജിസേലിന് കൊടുക്കുന്നു, ജിസേൽ ആര്യന് കൊടുക്കുന്നു, റെന ഫാത്തിമ ജിസേലിന് കൊടുക്കുന്നു, നെവിൻ ജിസേലിന് കൊടുക്കുന്നു. എനിക്ക് പറഞ്ഞാൽ അതിനകത്ത് 6 പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് ജിസേൽ 6 പോയിന്റ് നേടി. കാര്യം അനീഷിന് 4 പോയിന്റ് കിട്ടി. സെക്കൻഡ് അനീഷ് വന്നെന്നുള്ളതാ. ഈ ആദ്യമുള്ള 18 പേരും എതിർത്ത കക്ഷിയാണ്, 17 പേരും എതിർത്ത കക്ഷിയാണ് അനീഷ്. പക്ഷെ അനീഷിനെ അവിടെ ഇപ്പം ഈ സെക്കൻഡ് ഒന്നും കാര്യമാക്കണ്ട, മേളിലോട്ട് കയറി വരും അനീഷ്, തർക്കമില്ല. അനീഷ് ഇനി സ്നേഹത്തോടെയുള്ള ഒരു സ്ട്രാറ്റജി അവിടെ കാണിക്കും. ജിസേല് എന്തൊക്കെ വൃത്തികൾ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ നിയമപരമായി പുറത്താക്കേണ്ട ആരെന്ന് വെച്ചാൽ ജിസേലിനെ തന്നെ. ഒന്ന് കാര്യം, ബിഗ് ബോസ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ വാർണിംഗ് കൊടുത്തിട്ട് പോലും പിന്നെയും പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രവണത കണ്ടു. അനുമോള് പോയി കണ്ട് സി ഡി വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെയാണ് അവിടെ ഉണ്ടായത്. അപ്പം ജിസേലിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നു, ക്യാപ്റ്റൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ്സ് ആണ്, ഈ സ്റ്റാറിന്റെ ഇതിലുള്ള പേട മാതിരിയുള്ള ഒരു സ്വീറ്റ്സ് ആണ്. എല്ലാവർക്കും അത് സന്തോഷമായി. കാര്യം ഇവർക്ക് സ്വീറ്റ്സ് ഒന്നും അതിനകത്ത് കിട്ടാതിരിക്കുകയല്ല. അപ്പം എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. എന്തായാലും ശരി. പിന്നെ അത് കഴിഞ്ഞപ്പോ നെവിൻ ആവശ്യമില്ലാത്ത ഒരു വടി കൊടുത്തരടി വാങ്ങിച്ചിരുന്നത്. നെവിൻ പറഞ്ഞു, ലാലേട്ട എനിക്കൊരു ഗിഫ്റ്റ് വേണം, എനിക്ക് സസ്പെൻസ് ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. തരാം, അതിനെന്താ. പിന്നെ ഒരു ബസ്സറടിക്കുമ്പം പണിപ്പുരക്കകത്ത് കയറിക്കോളാൻ പറഞ്ഞു. പണിപ്പുരക്കകത്ത് കയറുന്നതല്ല, മറ്റേ റോബോട്ട് അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നു, അവൻ പേടിക്കുന്നു. അവന്റെ കൂടെ ബിഗ് ബോസിലെ എൻട്രി റോബോട്ടിന് എൻട്രി വരുന്നു. അങ്ങനെ റോബോട്ടിന് പിന്നെ മഞ്ജിമ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 13,000 ഈ ആ റോബോട്ടിന് പേരിടാൻ വേണ്ടിയുള്ള ഇത് കൊടുത്തായിരുന്നു. അപ്പൊ 13,000 പേരിൽ നിന്ന് മഞ്ജിമ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്കാണ് സമ്മാനം ഏതാണ്ടുണ്ട്, പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇട്ടേക്കുന്നത് സ്പൈ എന്ന് പറഞ്ഞ ചാരക്കുട്ടൻ, ചാരപ്രവർത്തിയാണ്. ഇത് ഇനിയിപ്പോ എപ്പോ വേണേലും കയറി വരാം, ബിഗ് ബോസിനുള്ളിലേക്ക് എപ്പോ വേണേലും കയറി വരും, എന്ത് വേണേലും അവിടുന്ന് സ്പൈ ചെയ്യും. അവിടെ എന്തെങ്കിലുമൊക്കെ ഇനി സംഭവിക്കുന്നത് അമാനുഷിക ശക്തിയാണ്, റോബോട്ടിന്റെ ശക്തി, സ്പൈക്കുട്ടന്റെ ശക്തിയാണ്. എന്തായാലും ശരി. അപ്പൊ പറഞ്ഞു 2 അതിഥികൾ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആ അതിഥികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എല്ലാവരും വിചാരിച്ചു ആരോ പുതിയ എൻട്രി വല്ലോ ആണോ എന്നൊക്കെ കരുതിയെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് വന്നിറങ്ങുന്നു നമ്മുടെ അജ്ഞാതവാസം 14 വർഷം പോയ ഒന്നുമല്ല, 2 ദിവസം പോയ ഒനിയിലും ശാരികയും ഇറങ്ങി വരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നു എങ്ങനായിരുന്നു ജീവിതം എന്നൊക്കെ ചോദിക്കുന്നു. പറഞ്ഞു, ഒനിയിൽ പറഞ്ഞു ഞാൻ പൂക്കൾ എണ്ണുമായിരുന്നു, പൂക്കളായിട്ട് സംസാരിച്ചു തുടങ്ങി. എന്തൊക്കെയാണോ പറയുന്നത്. എന്തായാലും ശരി. ശാരിക പറഞ്ഞു അവിടെ കുറെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് കിടക്കുകയായിരുന്നു. എന്തായാലും ശരി, സ്വപ്നം കാണാനൊക്കെ ഉള്ള അവസരം ലാലേട്ടൻ കൊടുത്തു. പക്ഷെ അന്നേരം ലാലേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 48 മണിക്കൂർ എന്ന വിലപ്പെട്ട 48 മണിക്കൂർ പ്രേക്ഷകരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുമായിരുന്നു. വിലപ്പെട്ട പോയിന്റുകളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഇത് മറ്റുള്ള കളിക്കാർക്കുള്ള ഒരു താക്കീത് കൂടിയായിട്ട് ലാലേട്ടൻ അത് പറയുന്നുണ്ട്. പിന്നെ
ഇപ്പം വിചാരിച്ചു ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് കരുതുമ്പോഴാണ് പറഞ്ഞത് അടുത്ത എവിക്ഷൻ പേര് പറയാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും ആ എഴുന്നേറ്റ് നിന്ന് അവരുടെ 6 പേരും എങ്ങോട്ടുണ്ടായിരുന്നല്ലോ അവരെ എല്ലാവരും ആ പേരുകൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പേര് വിളിക്കുകയാണ്. ഒരു കവർ എടുക്കുന്നു. ലാലേട്ടൻ പറയുന്നത് എനിക്കിത് പറയുന്നത് സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. കാര്യം ഇതെല്ലാവരുമായിട്ടൊരു അഫെക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കണ്ടാൽ പോലും എത്ര ശത്രുത എന്ന് പറഞ്ഞാലും പോകുമ്പോൾ ഒരു വിഷമം അത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിനത്തെ എല്ലാം അനിവാര്യതയാണ്. പുതിയ കളിക്കാർ വരണം. ഇതിനിടയ്ക്ക് ഈ ഇടയിലേക്ക് വലിയ സിംഹമടയിലേക്ക് വരുന്ന കുറെ രാജാക്കന്മാരിനി വന്നിറങ്ങും. അതൊക്കെ കാണണം. അപ്പോൾ തെരഞ്ഞെടുത്ത പേര് ബിൻസിയുടെയാണ്. സത്യത്തിൽ ഒരു ഷോക്കായിപ്പോ എന്നുള്ളതാണ്. ബിൻസി അന്നേരം ഭയങ്കര ഇതായിട്ട് അവിടെ പെരുമാറി. ഒരു സങ്കടവും ഇല്ല, എല്ലാവരും നല്ലപോലെ കളിക്കണം. അനിമോക്ക് കരച്ചിൽ തുടങ്ങി. കരച്ചിക്കുട്ടിയാണ് അനിമോള് കരയുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്, ആ ഓട്ടോറിക്ഷ ഇവര് വന്ന് ഓട്ടോറിക്ഷ തന്നെ കയറി എൻ്റെ അടുത്തേക്ക് പോവാന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പാനി ശരത്തിന് സഹിക്കാൻ വയ്യ. എന്തൊക്കെയോ പോയി ചെവി ഓതുന്നുണ്ട്. എന്താണോ ഒരു ടെസ്റ്റ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഒരു ലവ് മണത്തുന്നുണ്ട്. എന്തായാലും പുറത്തു വന്ന് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഒരു ചെറിയ മണം എന്തിൻ്റെയോ അടിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു. വളരെ RJ വിൻസി എന്താണ് ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കുന്നു. ഇപ്പം കളിക്കാനാണ് വന്നത്, പക്ഷെ എങ്ങനെയോ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ വളരെ മനോഹരമായ ഒരു ശനിയാഴ്ച അങ്ങനെ സമാപിച്ചു. സസ്പെൻസുകളും പിന്നെ ട്രെയിലർ വന്നതിൻ്റെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നു. പക്ഷെ അതുപോലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നു. എപ്പോഴും ആ സസ്പെൻസ് പൊളിക്കാൻ ലാലേട്ടൻ തന്നെ വരണം. അതാണ് അതിന്റെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.